അതിഥികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിഥികളായി എത്തിയിരിക്കുന്നത് 3 സംരംഭകരാണ്, 3 സഹോദരിമാരാണ്, 3 ഡോക്ടർമാരാണ്. ഡോക്ടർ സൂര്യ, ഡോക്ടർ താര, ഡോക്ടർ ചിത്ര. ആമാടപ്പെട്ടിയിലെ സഹോദരിമാർ എന്ന് പറഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് ഇവരെ കൂടുതൽ അറിയുക. സ്വാഗതം 3 പേർക്കും ന്യൂസ് 3യിലേക്ക്. ഞാൻ ആദ്യം ചിത്രയിലേക്ക് പോകാം. ചിത്രയാണ് ഏറ്റവും ചെറുത് ഈ കൂട്ടത്തിൽ. ഡോക്ടർ ചിത്ര, ഈ ആമാടപ്പെട്ടി എന്ന് പറയുമ്പോൾ തന്നെ മുത്തശ്ശിയുടെ മുഖം നമ്മുടെ ഉള്ളിലേക്ക് വരും. വസുവിന്റെ ഏറ്റവും ചെറിയ കുഞ്ഞു വാവയായ വസുവിന്റെ മുഖം നമ്മുടെ മനസ്സിലേക്ക് വരും. നിങ്ങളുടെ ഈ വിൽപ്പനയ്ക്ക് അല്ലെങ്കിൽ സംരംഭത്തിനപ്പുറം നിങ്ങളുടെ ഫാമിലിയെ ഏറ്റെടുക്കുകയായിരുന്നു മലയാളി എന്ന് തോന്നിപ്പോകും ഓരോ റീലുകളും കാണുമ്പോൾ. എങ്ങനെയായിരുന്നു ഇതിലേക്ക് എത്തിയത്? അതിന്റെ ഒരു തുടക്കത്തെ കുറിച്ച് പറയാം. ഈ വർഷം തുടങ്ങുമ്പോ വരെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞങ്ങള് കുറെ പ്രശ്നങ്ങളായിട്ട് ഇരിക്കുകയായിരുന്നു. പലരും പല രീതിയിൽ സ്റ്റക്കായിട്ട് ഇരിക്കുകയായിരുന്നു. ചേച്ചിക്ക് ക്യാൻസർ ഒക്കെ വന്നിട്ട് അങ്ങനെ കുറച്ച് ഡിപ്രഷനും അതേപോലെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഞങ്ങളുടെ അമ്മയ്ക്കും ക്യാൻസർ ആയിരുന്നു. അമ്മ മരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് ചേച്ചിക്കും ആക്സിഡന്റലി നമ്മൾ അറിയാത്ത ഒരു സമയത്ത് ഇതേപോലെ ക്യാൻസർ വന്നു. അപ്പൊ ഇനി എന്തെന്ന് അറിയാതിരിക്കുന്ന ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. ബേസിക്കലി ഞങ്ങൾക്ക് ആർക്കും, ഞങ്ങൾ ഡോക്ടേഴ്സ് ആണ്, 3 പേരും ഡോക്ടേഴ്സ് ആണ്, ഭയങ്കര റെസ്പെക്റ്റഡ് ആൻഡ് റെപ്യൂട്ടഡ് ജോബ് ആണെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അത് പ്രത്യേകിച്ചും എനിക്കും താര ചേച്ചിക്കും. അമ്മു ചേച്ചിക്ക് അങ്ങനത്തെ ഒരു ഇതില്ലാന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് രണ്ടൊക്കെ പണ്ട് മുതലേ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മു ചേച്ചി ഇങ്ങനെ വയ്യാതെ ഇരിക്കുന്ന, അമ്മു ചേച്ചി ഡോക്ടർ സൂര്യയാണ് അമ്മു ചേച്ചി. അപ്പൊ അങ്ങനെ ചേച്ചി വയ്യാതെ ഇരിക്കുന്ന സമയത്ത് മെന്റലി ഒന്നുകൂടെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ നമ്മുടെ ട്രീറ്റ്മെന്റ് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അതിനൊന്ന് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഇനി ഫ്യൂച്ചറിലേക്ക് എന്തുള്ളൊരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ടുമാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഓരോരോ ഓപ്ഷൻസ് നോക്കി തുടങ്ങിയത്. അപ്പൊ അങ്ങനെ നോക്കി തുടങ്ങിയപ്പോ എല്ലാതും നമുക്ക് പറഞ്ഞ പോലെ ബേസിക്കലി ഒരു ബിസിനസ് ഫാമിലി എന്നല്ല വരുന്നത്. ബിസിനസിന്റെ ഒരു ABCD ഒന്നും അറിയാതെയാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പൊ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഗൈഡ് ചെയ്യാനും ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ അധികം റിസ്ക് ഇല്ലാത്ത നമുക്ക് എന്ത് തുടങ്ങാൻ പറ്റും എന്ന് ഞങ്ങൾ ആലോചിച്ച് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് പല വിധത്തിലും ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഡ്രസ്സ് തുടങ്ങണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തുടങ്ങണം, പല വിധത്തിലും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആലോചിച്ചിട്ട് ഈ ജ്വല്ലറിൽ എത്തിയപ്പോഴാണ് ചേച്ചി ഒന്ന് ഓക്കെ ആയത്. ഓക്കെ, എന്നാൽ തുടങ്ങാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇത് വന്നത്. പക്ഷെ ഞങ്ങൾ അങ്ങനെ തുടങ്ങാനുള്ള തോട്ട് വന്നതിന് ശേഷം പിന്നെ ഒട്ടും ഡിലേ വന്നിട്ടില്ല. ഞങ്ങൾ 2 വീക്സിൽ തന്നെ എല്ലാം പെട്ടെന്ന് സെറ്റ് ചെയ്ത്, പെട്ടെന്ന് പ്ലാൻ ചെയ്ത്, പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യായിരുന്നു. അധികം പ്ലാൻ ചെയ്ത് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് നടക്കില്ലായിരുന്നു. ഞങ്ങൾ അധികം പെട്ടെന്ന് അങ്ങനെ നടക്കണം, ഇതെന്തായാലും നടത്തണം എന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഉറപ്പിച്ച് തുടങ്ങിയത് കൊണ്ടാണ് ഇന്നിപ്പോ ഈ ആമാടപ്പെട്ടി ഉണ്ടായത്. ശരി, ഞാൻ ആ ഓർഡറിൽ തന്നെ പോകാം. ഡോക്ടർ താര, എനിക്ക് തോന്നുന്നു ഡോക്ടർ താരയാണ് മുത്തശ്ശിയുമായിട്ട് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോ താരയുടെ മുത്തശ്ശിയാണ് അല്ലെ? താരയുടെ വീട്ടിലുള്ള മുത്തശ്ശിയാണ് അത്. അപ്പൊ പലർക്കും ബന്ധങ്ങള്, അതെ, പലർക്കും ഈ ബന്ധങ്ങൾ അറിയില്ല. മുത്തശ്ശിയുണ്ട്, 2 മക്കളുണ്ട്, ഒരു കുഞ്ഞു വാവയുണ്ട്. അപ്പൊ ഇതൊക്കെ ആരാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ അവരുടെ പ്രിയപ്പെട്ടവരാണ് എന്നുള്ളത്. ഞാൻ ഡോക്ടർ താരയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഇത് നിങ്ങളുടെ ആമാടപ്പെട്ടിയെ കുറിച്ച് അറിയില്ലാത്തവർക്ക്, ഈ മുത്തശ്ശിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന ഒന്നും മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിയിട്ട് ആ മുത്തശ്ശിയുടെ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് സംസാരിക്കും. അയ്യേ, ഇപ്പൊ കുറച്ചായി ലോങ് ചെയിൻസ് അല്ലേ കാണിക്കുന്നത്. അടുത്തൊരു നെക്ലേസ് ആണ്, നല്ലൊരു ബ്യൂട്ടിഫുൾ നെക്ലേസ് ആണ്. കുറച്ചൊരു ഹെവി ആയിട്ടുള്ള നെക്ലേസ് ആണ്. അതിനെന്താ പറയാ, നെക്ലേസ് നെക്ലേസോ? ആ നെക്ലേസ് ആണ്, നെക്ലേസ് ആണ്. അതല്ലേ? വല്ലാത്ത നെക്ലേസും ഇതൊരു കാണാണ്. അപ്പൊ അത് എത്ര പവനായിരിക്കും? ആ, നല്ല പവനുണ്ട്. ഈ തണ്ടിത്തലക്ക് എന്തിനാ അതൊക്കെ? പറഞ്ഞത് കണ്ടോ? തിളങ്ങണോ അച്ഛമ്മേ? ഓ, ഉണ്ട്. അച്ഛമ്മ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ നല്ലൊരു ആചാരാണല്ലോ. ചമ്മനെ ഒരു ലേശം പഴം കൊണ്ടു തരുമോ? കാശിക്കും കൂടി പോണ്ടായി കൊണ്ടു തന്നാലേ. ഞാൻ പൈസക്ക് ഞാനങ്ങോട്ട് വരണ്ടേ? ഇതെന്റെ കമ്മലും ജുംക്കയാണ് വരുന്നത്. ഡോക്ടർ താര, ഞാൻ പറഞ്ഞ പോലെ അവിടെ ഒരു കച്ചവടം നടക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നുകയേയില്ല. കാരണം നമ്മൾ ആ മാലയിലും കമ്മലിലും ഒന്നും ആയിരിക്കില്ല ശ്രദ്ധിക്കുന്നത്, മുത്തശ്ശിയിലായിരിക്കും, മുത്തശ്ശിയുടെ സംസാരത്തിലായിരിക്കും. എങ്ങനെയാണ് ഈ അച്ചമ്മ വീഡിയോയിലേക്ക് വരുന്നത്? നിങ്ങളുടെ ബന്ധമൊക്കെ ഒന്ന് പറയും. ഓക്കെ, ഇത് സത്യം പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡിന്റെ വീടാണ്. എന്റെ ഹസ്ബൻഡിന്റെ അച്ഛമ്മയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും അച്ഛമ്മയായിരുന്നു. ഇപ്പൊ കേരളത്തിലുള്ള എല്ലാം, അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മലയാളീസിന്റെ ഒരു മുത്തശ്ശി എന്നുള്ള പേരിലാണ് അച്ഛമ്മ അറിയപ്പെടുന്നത്. ഇപ്പോ അച്ഛമ്മയ്ക്ക് പണ്ട് തൊട്ടേ ഓർണമെന്റ്സ്, ആഭരണങ്ങളോട് ഭയങ്കര ക്രേസ്. അതും സ്വർണ്ണാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മള് നേരത്തെ മിന്നു അതായത് ചിത്ര കേട്ടോ, ഡോക്ടർ ചിത്ര, അവള് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കുറെ ആലോചിച്ച് വന്ന്
നമ്മൾ അവസാനം ഓർണമെന്റ്സ് തുടങ്ങിയാലോ എന്നുള്ള ഒരു ഐഡിയ വന്നപ്പോ നമ്മളത് മുത്തശ്ശിയിട്ടും ഡിസ്കസ് ചെയ്യും. നമ്മൾ എന്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് എല്ലാം ചർച്ച ചെയ്യും വീട്ടില്. ആ സമയത്ത് മുത്തശ്ശിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, കാരണം ഓർണമെന്റ്സ് വാങ്ങാലോ കാണാലോ എന്നൊക്കെ. അങ്ങനെ നമ്മൾ അതിന്റെ വീഡിയോസ് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങളെക്കാളും ഇൻട്രസ്റ്റ് ആയിട്ട് മുന്നിലേക്ക് വരുന്നത് എപ്പോഴും മുത്തശ്ശിയായിരുന്നു. കാരണം അതിന്റെ ഭംഗി കാണാനും അത് ആസ്വദിക്കാനും മാത്രമല്ല, ഇത്രയും ഏജ് ആയിട്ടുണ്ടെങ്കിൽ കൂടെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ മുത്തശ്ശി മാലയൊക്കെ ഇട്ട് അതെങ്ങനെയുണ്ട് അതിന്റെ ഭംഗിയൊക്കെ മുത്തശ്ശി തന്നെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. സോ പിന്നെ ഇപ്പൊ നിങ്ങൾ ക്ലിപ്പ് പ്ലേ ചെയ്തപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, കാരണം അതിൽ മുത്തശ്ശി പറയുന്നുണ്ട് പഴം വാങ്ങിക്കൊണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശിക്കും കൂടെ പോണ്ടെന്നൊക്കെ. അപ്പൊ അങ്ങനത്തെ റോ ആയിട്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്യാറ്. എന്തൊക്കെ കോൺവെർസേഷൻ വരുന്നുണ്ട് അതെല്ലാം അതുപോലെ തന്നെ ഇടാറുണ്ട്, ജസ്റ്റ് ഒരു പ്രൊമോഷൻ വീഡിയോ അല്ലാതെ. ഐ തിങ്ക് അതാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടേ തോന്നുന്നു, കാരണം നമ്മളും അവരെ വീട്ടിലൊരാളാണെന്നൊരു ഫീല് എല്ലാവർക്കും തോന്നി. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളോട് മുത്തശ്ശിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് കൂടെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം ചില ആൾക്കാർ നമ്മളടുത്ത് പറയാറുണ്ട്, ആക്ച്വലി എനിക്കിപ്പോ ഈ മാലയുടെ ആവശ്യമില്ല, പക്ഷെ ഞാനത് വാങ്ങിക്കുന്നത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാന്ന് പറഞ്ഞിട്ട് വരെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. ശരി, ഇനി ഡോക്ടർ സൂര്യ. ഡോക്ടർ സൂര്യ, എനിക്ക് ആദ്യം തന്നെ ഒരു 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 സല്യൂട്ടാണ് തരാനുള്ളത്. കാരണം ഡിപ്രസ്ഡ് ആയിട്ടിരുന്ന ഒരാൾ, ഒരു രോഗം, നമുക്കെപ്പോഴും നമ്മളെ ഭയപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന ഒരു രോഗം അത് വരുന്നു. പക്ഷേ അതിനെങ്ങനെ നല്ല പവർഫുള്ളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴും ഡോക്ടർ സൂര്യയെക്കുറിച്ച് രണ്ട് അനിയത്തിമാരും പറയും, ചേച്ചി എപ്പോഴും ഭയങ്കര ഷൈ ആണ്, ക്യാമറയിൽ വരുമ്പോൾ കുറച്ച് സംസാരിക്കുമെന്ന് അറിയില്ല എന്നൊക്കെ അവർ ആശങ്കപ്പെട്ടു. പക്ഷെ എനിക്ക് ഉറപ്പാണ് താങ്കൾ സംസാരിക്കുമെന്ന്. കാരണം ഒരുപാട് പേരുടെ ക്യാൻസർ അതിജീവിതകളെ നമ്മൾ ഈ പ്രോഗ്രാമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ താങ്കളുടെ വാക്കുകൾക്ക് അത്രത്തോളം പ്രസക്തിയുമുണ്ട്. എങ്ങനെയായിരുന്നു ആ രോഗത്തെ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സംരംഭത്തിലേക്കൊക്കെ പോകാൻ ശ്രമിച്ചത്? അതിനെക്കുറിച്ച് പറയാമോ, എക്സ്പീരിയൻസ്? ഓക്കെ, തീർച്ചയായിട്ടും. 2024 ഞാൻ ഹോമിയോപ്പതിയാണ് ബേസിക്കലി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോളണ്ടിന്റെ ഇടയ്ക്ക് പെട്ടെന്നാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് അസുഖം ഡയഗ്നോസ് ചെയ്യുന്നത്. ഞങ്ങളുടെ അമ്മയും ക്യാൻസർ വന്നിട്ട് മരിച്ച ആളാണ്. അമ്മയുടെ അമ്മയ്ക്കും ക്യാൻസർ ആയിരുന്നു. എനിക്ക് ഈ ഒരു ചെറിയ ഏജിൽ എനിക്ക് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് 33 ആണ്. ആ ഒരു ഏജിൽ ഇങ്ങനെ ഒരു അസുഖം വരുന്ന വിചാരിച്ചിട്ടേ ഇല്ല. ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഇപ്പൊ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്റെ ഏറ്റവും വലിയ സപ്പോർട്ടിങ് സിസ്റ്റർ ആണ് കേട്ടോ എന്റെ 2 സിസ്റ്റേഴ്സും. താഴെയുള്ള 2 ആൾക്കാർ, ഞാനാണ് മൂത്തത് വെച്ചെങ്കിൽ ഇവര് 2 പേരുമാണ് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്ത് തന്നെ പിടിച്ച് ഉയർത്തി ഇതുവരെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഒരു മെയിൻ കോഴ്സ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിരുന്നെങ്കിലും ഭയങ്കര ഞാൻ മെന്റലി ആൻഡ് ഫിസിക്കലി ഒട്ടും നല്ലതല്ലാത്തൊരവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. മെന്റലി എന്ന് വെച്ചാല് ഞങ്ങൾക്ക് ഒരു 3rd ജനറേഷൻ ക്യാൻസർ പേഷ്യന്റ് ആണ് ഞാൻ. പിന്നെ എന്റെ ജീൻ മ്യൂട്ടേഷൻ ടെസ്റ്റ് പോസിറ്റീവ് ആണ്. ഇപ്പൊ വീണ്ടും അസുഖം തിരിച്ചു വരാനുള്ള ചാൻസ് ഫാമിലിയിൽ കൂടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവർക്ക് 2 പേർക്കും 2 സിസ്റ്റേഴ്സിനും വരാനുള്ള ചാൻസ്, പിന്നെ എനിക്കുള്ളത് ഒരു പെൺകുട്ടിയാണ്, അവൾക്ക് വരാനുള്ള ചാൻസ്, എല്ലാം കൂടി ആലോചിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഭയങ്കര ഡാർക്ക് ഫേസ് എന്ന് പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ എപ്പോഴും അപ്പാക്കി നിർത്തുക എന്നുള്ളതാണ് എന്റെ സിസ്റ്റേഴ്സിന്റെ അന്നത്തെ മെയിൻ ജോലി. അപ്പൊ താര എപ്പോഴും എന്റെ അടുത്ത് പറയും, എന്നെ എൻഗേജഡ് ആക്കി നിർത്തണം എന്ന് വിചാരിച്ചിട്ട് അവളെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ചെയ്യല്ലേ, എന്തെങ്കിലും ചെയ്യ, വെറുതെ ഇങ്ങനെ ഇരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ ഇൻട്രോവേർട്ട് ആണ് ബേസിക്കലി. ഒന്നിക്ക് ഞാൻ അങ്ങനെ ഇറങ്ങാറില്ല, ക്യാമറയുടെ മുന്നിൽ വരാറില്ല, ഒന്നും ചെയ്യാറില്ല. താര എന്ത് പറഞ്ഞാലും ഞാൻ എല്ലാതും പാടെ തള്ളിക്കളയാറാണ്. പറ്റില്ല എന്ന് പറഞ്ഞു. എന്റെ ഒരു സ്വഭാവം അങ്ങനെയായിരുന്നു. അതെ, ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് ആഡ് ചെയ്തോട്ടെ ഡോക്ടർ സൂര്യ. ഞാൻ പലതവണ ചിത്ര ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. നിങ്ങളുടെ ഈ ഒരു പേജ് കണ്ടപ്പോൾ തന്നെ എനിക്ക് നിങ്ങളെല്ലാവരെയും അതിഥികളായിട്ട് വിളിക്കണം എന്നുണ്ടായിരുന്നു. ചിത്രയെ പലതവണ ഞാൻ ചിത്രയോട് സംസാരിച്ചപ്പോഴൊക്കെ ചിത്ര എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ ഒരു ചേച്ചിയും കൂടി ഉണ്ട്, നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണില്ല, പക്ഷെ ചേച്ചിയും കൂടി ഓക്കെ ആവുമ്പോൾ മാത്രമേ ഞങ്ങൾ ഇതിന് തയ്യാറാകൂ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. താങ്കൾ അറിഞ്ഞോന്ന് എനിക്കറിയില്ല. ഇന്നലെ എനിക്കൊരു മെസ്സേജ് അയക്കുകയാണ്, ഞങ്ങൾ 3 പേരും ഒരു സ്ഥലത്തുണ്ട്, നമുക്കിനി ഇരിക്കാമെന്ന്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം അവരുടെ 2 പേരുടെ ഒരു കെമിസ്ട്രി നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ തമ്മിൽ 3 പേരും തമ്മിൽ ആ ഒരു മനസ്സിൻ്റെ ഒരു പൊരുത്തം ഉണ്ടെന്നുള്ളത് ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഡോക്ടർ ചിത്രയും ഡോക്ടർ താരയും നിങ്ങൾക്ക് എത്രത്തോളം പിന്തുണ തരുന്നുണ്ടെന്ന് എനിക്ക് ആ വാക്കുകളിൽ നിന്ന് മനസ്സിലായിരുന്നു. പറഞ്ഞോളൂ. അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇവർ എത്രത്തോളാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. വാക്കുകൾ കൊണ്ട് പോലും പറഞ്ഞതാക്കാൻ പറ്റില്ല, അത്രയാണ്. അങ്ങനെ അപ്പൊ താര പെട്ടെന്ന് ഒരു ഫെബ്രുവരിയിലാണ് താര എന്റെ അടുത്ത് ഇങ്ങനെ ഒരു ഐഡിയ തരുന്നത്. അത്രയും കാലം ഞാൻ അവള് തന്ന പ്രപ്പോസലിനൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചെങ്കിലും അതും ഈ ഓർണമെന്റ്സിന്റെ കാര്യം വന്നപ്പോ മാത്രം എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്കിംഗ് ആയി. ഒരുപാട് റിസ്ക് ഇല്ലാണ്ട്, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട്, വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണെന്ന് തോന്നി. ആ ഒരു തോട്ടും ഒരു ഇൻട്രസ്റ്റും മനസ്സിലേക്ക് വന്നതിന് ശേഷം പിന്നെ ഒട്ടും എവിടെയും ഡിലേ വന്നിട്ടില്ല. എല്ലാതും വേഗം എല്ലാതും അന്വേഷിക്കൽ, ഡീലേഴ്സിനെ കണ്ടുപിടിക്കല്, എല്ലാതും വളരെ പെട്ടെന്ന് പറഞ്ഞ രീതിയിൽ 2 ആഴ്ചയും കൊണ്ട് എല്ലാം സെറ്റപ്പായി.
ഞങ്ങൾ ഫെബ്രുവരിയിൽ തന്നെ ഇത് ലോഞ്ച് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ ഹെൽത്ത് കുറച്ച് മോശമായിട്ട് വീണ്ടും ഹോസ്പിറ്റലൈസ്ഡ് ആയി. അത് കാരണം പിന്നെ കുറച്ചുകൂടി ഡിലേ ആയിട്ട് മാർച്ചിലാണ് ഞങ്ങൾ ലോഞ്ച് ചെയ്തത്. അതെ. അങ്ങനെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഞാനൊരു ഡോക്ടർ ആയിരുന്നു, ഞാൻ പ്രാക്ടീസിങ് ആയിരുന്നു. ആ ഒരു പ്രൊഫഷൻ വിട്ടിട്ട് ഇങ്ങനെ ഒരു പ്രൊഫഷനിൽ വരും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. പക്ഷെ അതിനുശേഷം എന്റെ ലൈഫ് എത്രത്തോളം മാറിയെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുവരെ ഞാൻ എന്താ പറയാ, ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. അതെ. അസുഖത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടും ഒക്കെ. അതിനുശേഷം ഇപ്പൊ ഞാൻ എന്റെ അസുഖത്തിനെ ആലോചിക്കാറില്ല, ഒന്നും സമയമില്ലല്ലേ, ആലോചിക്കാറില്ല, ഒന്നിനും സമയമില്ല ഇപ്പൊ. ഒന്നും സമയമില്ല, ഒന്നും ആലോചിക്കാറില്ല. ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് കൂടെയാണ് ഇപ്പൊ സൂപ്പർ. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, വെറുതെ അല്ല. ഈ വാക്കുകൾ ഒരുപാട് പേർക്ക് പ്രചോദനമാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഇങ്ങനെ മടിച്ചു നിൽക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, തുടങ്ങണോ, എനിക്ക് പറ്റുമോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നവർക്ക് ഇതൊരു ഈ വാക്കുകൾ എന്തായാലും അവർക്ക് മുന്നോട്ട് നടക്കാൻ അവരെ നയിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഡോക്ടർ താര, നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ ചിത്ര പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അത് തുടങ്ങില്ലായിരുന്നു, അല്ലെങ്കിൽ വൈകുമായിരുന്നു എന്ന് പറഞ്ഞു. നിങ്ങളുടെ വീഡിയോസിലെ ഏറ്റവും ഇഷ്ടം ഒന്നാമത്തെ കാര്യം മ്യൂസിക് ആഡ് ചെയ്യുന്നില്ല, അത് വളരെ കുറവാണ്. അതെ അല്ലെ, ഒന്നാമത്തെ കാര്യം അത്. രണ്ട്, എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ ഒരു രസകരമായ കമ്മ്യൂണിക്കേഷൻ ആണ്. ഞങ്ങളുടെ ഗോ ഡൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് താഴേക്ക് ക്യാമറ പോവുക. അപ്പൊ നമ്മൾ എങ്ങനെയാണോ നോർമലി ഒരു വീഡിയോ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുക്കുക, നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാണോ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുക്കുക, ഈ കാണുന്നവരെല്ലാം നിങ്ങളുടെ സൗഹൃദത്തിലേക്ക് വരികയാണെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഐഡിയ ശരിക്കും അങ്ങനെ ഒരു ഐഡിയ ഇട്ടതാണോ അതോ അങ്ങനെ തന്നെ അങ്ങ് ആയിപ്പോയതാണോ? ഇല്ല, അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല നമുക്ക്. നമ്മൾ ഇത് ലോഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഞാനും ചേച്ചി പിന്നെ കൂടെ വരില്ലല്ലോ, അത് കാരണം ഞാനും ഡോക്ടർ ചിത്രയും കൂടെ ഒരുമിച്ചാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അത് നമ്മൾ നല്ല ഭംഗിയായിട്ട് ഇൻട്രോ ഒക്കെ പറഞ്ഞ് നല്ലൊരു വീഡിയോ എടുത്തു. നമ്മൾ ഇതുപോലെ ഭയങ്കര കാഷ്വൽ അല്ലാതെ. പക്ഷെ എടുത്തൊരു 2 minutes കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. കാരണം ഞങ്ങളുടെ റിയൽ ക്യാരക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പൊ കാണുന്ന വീഡിയോയിലുള്ള ക്യാരക്ടർ തന്നെയാണ്. പിന്നെ നമ്മൾ ഓക്കെ കുഴപ്പമില്ല, നമുക്ക് അതന്നെ അപ്ലോഡ് ചെയ്യാം, എന്തിനാ ഫേക്ക് ആയിട്ട് അത് കട്ട് ചെയ്തത് രണ്ടാമത് പിന്നെയും ഭയങ്കരമായിട്ട് ഒരുങ്ങി പറയേണ്ട ആവശ്യമില്ല, നമുക്ക് അതുപോലെ തന്നെ ഇട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അത് ഇട്ട് കഴിഞ്ഞപ്പോ അതിനായിരുന്നു ഭയങ്കര അക്സെപ്റ്റൻസ് കിട്ടിയത്. ഐ തിങ്ക് നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ പ്രൊഡക്ട്സ് കാണുന്നതിനേക്കാളും എല്ലാവർക്കും നമ്മുടെ കോൺവെർസേഷൻ ആയിരുന്നു ഫസ്റ്റ് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തത്. കാരണം ഒരു ഫിൽറ്റർ ഇല്ലാതെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് കാണിക്കുന്നു. അതെന്ന് വെച്ചാൽ അപ്പം കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നമ്മുടെ ട്രസ്റ്റും കൂടെ കൂടുകയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഗോഡൌൺ എന്ന് പറയുന്നത് ആ ഗോഡൌണിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഇരുന്നിട്ട് ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. കാരണം ഇവിടെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്, നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരുപാട് ഇങ്ങനെ എന്താ പറയാ ഒന്നും അങ്ങനെ അറേഞ്ച് ചെയ്യൊന്നും ചെയ്യാതെ നമ്മൾ എന്താണ് റോ ആയിട്ടുള്ളത് അതുപോലെ തന്നെ കാണിക്കുക, എന്നിട്ട് ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടട്ടെ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ പിന്നീട് അങ്ങോട്ടും ഇതേ രീതിയിൽ തന്നെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാന്ന് പ്ലാൻ ചെയ്തത്. അതിപ്പോ സക്സസ്ഫുൾ ആയി തോന്നുന്നു. കാരണം ഇല്ലെങ്കിൽ ഒരു ബ്രാൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ, 1 year പോലും ആയിട്ടില്ല, 4-5 months ഒക്കെ ആയിട്ടുള്ളൂ. അതിൽ തന്നെ നമ്മളിപ്പോ ഒരു നിങ്ങളുടെ മുമ്പിൽ ഒരു ഇന്റർവ്യൂല് വന്നിരിക്കാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചിത്ര, ഇത് നമ്മുടെ ആമാടപ്പെട്ടി, അത് കഴിഞ്ഞ് നമ്മൾ വസ്ത്രങ്ങളും കൂടി കാണിക്കുന്നുണ്ടായിരുന്നു അല്ലെ? പുതിയതായിട്ട്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് 3 പേർക്കും. ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഈ ആമാടപ്പെട്ടി എല്ലാരും ഇതേപോലെ സ്വീകരിച്ച് സപ്പോർട്ട് ചെയ്തപ്പോ തന്നെ നമുക്കത് കോൺഫിഡൻസ് ആയി. ഞങ്ങൾക്ക് ബേസിക്കലി എന്താന്ന് വെച്ചാൽ എല്ലാരും കോമൺ ആയിട്ട് കാണിക്കുന്ന പോലെ അല്ലാതെ ഓക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള സാധനം ആൾക്കാർക്ക് എത്തിക്കാം. നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു ഓർണമെന്റ് ആയിക്കോട്ടെ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഡ്രസ്സ് ആയിക്കോട്ടെ, അതെല്ലാവർക്കും എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ്. ഇപ്പൊ തന്നെ നമുക്ക് ആദ്യമൊക്കെ എല്ലാവരും ഇതേപോലെ ജസ്റ്റ് മുത്തശ്ശിയെ കാണാനും ഞങ്ങളെ കോൺവെർസേഷൻ കാണാനും വരുമായിരുന്നെങ്കിലും ഇപ്പൊ ഒരുപാട് ആൾക്കാർ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേജിലുള്ള ഓർണമെന്റ്സ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, എല്ലാ പീസും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഞങ്ങൾക്ക് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആവണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ സിഗ്നേച്ചർ ഐറ്റംസും ഞങ്ങൾക്ക് എല്ലാവർക്കും എത്തിക്കണമെന്നുണ്ട്. അതിപ്പോ ഡ്രസ്സായിട്ട് മനോഹരി എന്നുള്ള പേരിലാണ് തുടങ്ങിയിട്ടുള്ളത്. അതേപോലെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ പുതിയ ഐറ്റംസ് ഞങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചേച്ചി പറഞ്ഞ പോലെ ഒരു സമയം റെസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞ പോലെ എല്ലാ സമയം ഞങ്ങൾ പുതിയതായിട്ട് നിങ്ങൾക്ക് എന്ത് കൊണ്ടുതരാൻ പറ്റും, എന്ത് പറ്റും എന്നുള്ള ഒരു ചിന്തയിലാണ്. പുതിയതായിട്ട് നമ്മള് ഡ്രസ്സ്, ഓർണമെന്റ്സ്, ബാഗ്, അതേപോലെ സാൻഡൽസ് എല്ലാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ട് പതുക്കെ. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളൊരു ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഇട്ടിട്ടല്ല ഇത് സ്റ്റാർട്ട് ചെയ്തത്. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഓരോ മിസ്റ്റേക്കിൽ നിന്നും അതേപോലെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഞങ്ങൾ പുതിയതായിട്ട് ഓരോരോ കാര്യങ്ങൾ പഠിച്ചു വരുന്നത്. ഇപ്പോഴും ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ ചെയ്യണം വലിയ നിലയിലെത്തട്ടെ. ഡോക്ടർ ചിത്ര, എനിക്ക് തോന്നുന്നു ഈ എന്താണ് മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ നമ്മള് ചിത്രയുടെ പേജിലേക്ക് പോയി, ആമാടപ്പെട്ടിന്ന് ചിത്രയുടെ പേജിലേക്ക് പോകുമ്പോൾ
ഭയങ്കര ഒരു ചേഞ്ച്. നമുക്ക് അവിടെ കണ്ട ആളെയല്ല, അവിടെ ചേച്ചിയുടെ കൂടെ നിൽക്കുമ്പോൾ കണ്ട ഒരാളെയല്ല ഡോക്ടർ ചിത്രയുടെ പേജിലേക്ക് വരുമ്പോൾ അവിടെ വളരെ സീരിയസ് ആയിട്ട് ഉള്ള ഫോട്ടോസ്, അവിടെ വളരെ സീരിയസ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ചിത്ര ഈ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു നന്നായി, നല്ല രീതിയിൽ? അതെ അതെ, ഞാൻ സോഷ്യൽ മീഡിയ ഞാൻ മോഡലായിരുന്നു, കുറച്ച് വർഷമായിട്ട് ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പക്ഷെ അങ്ങനെയാണെങ്കിലും അങ്ങനെ വലിയൊരു ലെവലിലേക്കൊന്നും അത് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇതായിരുന്നു ബേസിക്കലി ഇതിന്റെ കൂടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ 3 ഡോക്ടേഴ്സ് ആണ്, ഹോമിയോ ആയുർവേദമായിട്ട് ഞങ്ങൾ 3 ഡോക്ടേഴ്സ് ആണ്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഈവൻ ഞാൻ മോഡലിംഗിന് പോവാണെങ്കിലും എല്ലാവരും എന്റെ അടുത്ത് കോമൺ ആയിട്ട് ചോദിക്കുന്ന കാര്യം, ഡോക്ടർ എന്തിനാണ് ഇതിൽ ഇറങ്ങുന്നത്? ഡോക്ടർ അതൊരു ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ള റെസ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ജോബ് അല്ലേ? അതും അത് ഡോക്ടർ ജോബ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതിനേക്കാളും കുറച്ചുകൂടെ മോളെ എല്ലാവരും കാണുന്നത് ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ട് കാണുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്താൽ പോലെ 5-6 വർഷം പഠിച്ചതല്ലേ, അപ്പൊ അതിൽ നിന്നൂടെ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷെ ഞാൻ പേഴ്സണലി ഇതിലേക്ക് ആഡ് ചെയ്യാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്താണ് ഹാപ്പി ആക്കുന്നത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ 5-6 വർഷം പഠിച്ചു വെച്ചാൽ ആ ഡിഗ്രി ഒരിക്കലും വേസ്റ്റ് അല്ല. ആ ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഡിഗ്രി ഒരിക്കലും നമ്മൾ അത് വർക്ക് ചെയ്യുന്ന വെച്ചിട്ട് വേസ്റ്റ് ആവുന്നില്ല. അതേപോലെ തന്നെ നമ്മളൊരു 4 വർഷം പഠിച്ച എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തു വെച്ചാൽ നമ്മൾ അതിൽ തന്നെ വർക്ക് ചെയ്യണമെന്നില്ല. നമുക്ക് എന്താണോ ഹാപ്പിനെസ് വരുന്നത്, നമുക്ക് എന്തിലാണോ ഒരു ഫുൾ ഓഫ് ലിവിങ് എന്നുള്ള ഒരു ഫീലിംഗ് കിട്ടുന്നത്, അത് നമ്മൾ പെർസീവ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇതിനാണെങ്കിലും എല്ലാവരും അങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് ഒന്നും ആയിരുന്നില്ല എന്നുണ്ടെങ്കിലും എന്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിന്റെ പുറത്തും ചേച്ചിമാരുടെ സപ്പോർട്ടിന്റെ ഒരു ബേസിലുമാണ് ഞാൻ മോഡലിംഗും സ്റ്റാർട്ട് ചെയ്തത്. അതും ഇതേപോലെ പല ഒപ്പീനിയൻസ് ആയിരുന്നു. പക്ഷെ അതേപോലെ തന്നെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള സന്തോഷവും ബെനിഫിറ്റ്സും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ശരി, ഡോക്ടർ സൂര്യ, ഈ അസുഖത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ആ പേജ് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്, നിങ്ങളുടെ ആമാടപ്പെട്ടിയുടെ പേജ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അമ്മയുടെ കാര്യം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ വരുന്നു. നമ്മൾ അങ്ങ് ആകെ ഡള്ളായി പോയി. ഇങ്ങനെ ഒരു സ്റ്റോറിയും കൂടി നിങ്ങൾക്കുണ്ടോ? ഒരു ഫോട്ടോ കാണിച്ചിട്ടുള്ളൊരു റീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോറി കൂടി നിങ്ങൾക്കുണ്ടോ എന്ന് നമുക്കിങ്ങനെ തോന്നിപ്പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഒന്ന് ഇപ്പോൾ ഡോക്ടർ ചിത്ര പറഞ്ഞതുപോലെ ഈ നിങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ നല്ലതാണ് എന്ന് ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അത് 3 പെണ്ണുങ്ങളാണേ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവും. ഒന്ന്, പല ചോയ്സ്, പല അഭിപ്രായങ്ങളുള്ളവരാണല്ലോ. അപ്പോൾ അവരവരുടെ സെലക്ഷൻ അനുസരിച്ച് കൊണ്ടുവരുമ്പോൾ അത്രയും നല്ല സാധനങ്ങൾ വരും. ഒന്ന്. 2, അമ്മ തന്ന ഒരു കോൺഫിഡൻസ്, അതിനെക്കുറിച്ച് നിങ്ങൾ അന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അമ്മ തന്ന ഒരു കോൺഫിഡൻസ് ആണ് മുന്നോട്ട് നയിക്കുന്നതെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് പറയാമോ? ബോൾഡ് ആയിരുന്നു അമ്മ ഭയങ്കര? അമ്മയെ കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല. ഒരുപക്ഷെ അമ്മയെ അടുത്തറിയുന്ന ആൾക്കാർക്ക് അറിയണ്ടായിരിക്കും. അമ്മ അത്രയും ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു. ഒരു ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞങ്ങളൊക്കെ ഇതുവരെ എത്തിച്ച ഒരാളാണ്. സീറോന്ന് എല്ലാതും ഉണ്ടാക്കി, വീട്, വാഹനം ഉണ്ടാക്കി, എല്ലാ സെറ്റപ്പും, ഞങ്ങളുടെ വിദ്യാഭ്യാസം എല്ലാതും തന്ന് ഞങ്ങള് നല്ലൊരു നിലയിൽ എത്തിച്ചിട്ട്, പക്ഷെ അമ്മയ്ക്ക് നന്നായിട്ട് ജീവിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. ഞങ്ങളൊക്കെ ഒരു നിലയിൽ എത്തിയപ്പോഴേക്കും അമ്മ അസുഖം വന്നു പോയി. പക്ഷെ അമ്മ തന്ന ഒരു ധൈര്യത്തിന്റെ പുറത്താണ് ഇപ്പോഴും ഞങ്ങള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനാണ് പിന്നെ കുറച്ചുകൂടി പേടിയും കാര്യങ്ങളൊക്കെ ഉള്ള കൂട്ടത്തില്. ബാക്കിയുള്ള 2 ആൾക്കും അമ്മയുടെ അതേ സ്വഭാവമാണ് കിട്ടിയിട്ടുള്ളത്. ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര മെന്റലി ബാക്കിയുള്ളവരെയും കൂടി അവരങ്ങ് സ്ട്രോങ് ആക്കി കളയും. അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വൈകാരികമായും തോന്നുന്നു. ഡോക്ടർ താര അതിനോട് ആഡ് ചെയ്ത് തന്നെ പറയണം, ഒപ്പം ഈ ഫാമിലിയെ സപ്പോർട്ട്, ഫാമിലിയെ ചേർത്ത് നിർത്തുന്ന അമ്മയെ ഇടയ്ക്കൊക്കെ, അവിടുത്തെ അമ്മയെ ഇടയ്ക്കൊക്കെ വീഡിയോസിൽ കാണാറുണ്ട്, വസുവിനെ എടുത്തുകൊണ്ട് വരുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ. ഒപ്പം മോനെ കുറിച്ച് കൂടി ഈ ഒരു നിങ്ങളുടെ ഫാമിലി മലയാളികളുടെ സ്വന്തം ഫാമിലിയാക്കി മാറ്റിയ കുറെ വീഡിയോസ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി, അവരൊക്കെ ഇങ്ങനെ വരുന്നത് ചില സമയത്ത് വീഡിയോ എടുക്കുന്നതാണെന്ന് പോലും അറിയാതെയാണ് ചിലപ്പോൾ അവരുടെയൊക്കെ എൻട്രി, അല്ലേ? അതെ. അത് എങ്ങനെയാന്ന് വിചാരിച്ചാല്, ഒരുപാട് പേര് നമ്മൾ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ആദ്യം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ഇത് എന്റെ സ്വന്തം വീടാണ്. പിന്നെ ഡോക്ടർ ചിത്ര, എന്റെ ചെറിയ സിസ്റ്റർ, അവളും ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു എന്റെ കൂടെ, എന്നെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. അപ്പം എന്റെ കാര്യങ്ങളും കൂടെ നോക്കാൻ വേണ്ടിയിട്ട് അവൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇത് വീഡിയോയിലൊന്നും നമ്മൾ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതെന്റെ ഹസ്ബൻഡിന്റെ വീടാണ്, ഇതെന്റെ മദർ ഇൻ ലോ ആണ്, ഹസ്ബൻഡ് അച്ഛമ്മയൊന്നും ആർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവരുടെ ബിഹേവിയർ കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു അതെന്റെ സ്വന്തം അമ്മയാണ്, സ്വന്തം അച്ഛമ്മയാണ്. അവർക്ക് ചില ആൾക്കാർ നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കും, സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്നോ സ്വന്തം മുത്തശ്ശിയുടെ കയ്യിൽ നിന്നോ ഇത്ര കെയർ കിട്ടാത്ത ആൾക്കാരുണ്ടെന്നൊക്കെ. അങ്ങനെ വീഡിയോ ഇട്ട് കുറെ വീഡിയോസ് അതിന് ശേഷമാണ് ഒരു ദിവസം ഞാൻ ഈ കാര്യം പറഞ്ഞത് എന്റെ ഹസ്ബൻഡിന്റെ വീടാണെന്ന്. അത് ഒരുപാട് പേർക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ചില വീട്ടില് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുമായിരിക്കും. പക്ഷെ മോന്റെ ഭാര്യനെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഭാര്യയുടെ ഫാമിലിനെയും കൂടെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫാമിലി എനിക്ക് കിട്ടിയത്. അതാണ് എനിക്കൊരു ഏറ്റവും വലിയ കാര്യം. കാരണം ഒരു കാര്യത്തിന് അവര്
ഒരു എന്താ പറയാ നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയേ അങ്ങനെയൊന്നും ചെയ്യാത്തൊരു ഫാമിലിയാണ്. എന്നെ എങ്ങനെയാണോ ചേർത്ത് നിർത്തില്ല അതുപോലെ തന്നെയാണ് എന്റെ ചേച്ചീനെയും എന്റെ അനിയത്തിനെയും അച്ഛനെയും. അമ്മയടുത്തും അങ്ങനെ തന്നെയായിരുന്നു. അമ്മയ്ക്ക് അധികം ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയില്ല. ഇപ്പം അമ്മയുടെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ബാക്കിൽ, ഈവൻ ഇപ്പൊ നമ്മൾ ഈ ഇന്റർവ്യൂ എടുക്കുമ്പോൾ വരെ അമ്മ നമ്മുടെ ബാക്കിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന്. കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഈ മൊമെന്റിൽ മിസ് ചെയ്യുന്ന അമ്മയെ തന്നെ. കാരണം അമ്മയുടെ ഒരു മെജോറിറ്റി, അതായത് അമ്മ മേ ബി ഇപ്പൊ നമ്മളുടെ ഏജുള്ള സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മ ഒരു സമയം തന്നെ 4 or 5 ജോലികളൊക്കെ ചെയ്തിട്ട് അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നു നമ്മളെ നോക്കിയത്. വീട് വെച്ചതും നമുക്ക് 2 വണ്ടി ഉണ്ടായിരുന്നു, അതൊക്കെ അമ്മയുടെ സ്വന്തം കഴിവിലായിരുന്നു. അങ്ങനെ നമ്മൾ കോളേജ് ഫൈനൽ ഇയർ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്താണ് അമ്മ മരിക്കുന്നത്. അസുഖം വന്ന് സീരിയസ് ആയിട്ട് ക്രിട്ടിക്കൽ ആയിട്ട് മരിക്കുന്ന ആ സമയത്തായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇപ്പൊ ആലോചിക്കുക, കാരണം അമ്മയുടെ നല്ലൊരു ഏജ് മൊത്തം അമ്മ സ്ട്രഗിൾ ചെയ്ത് തീർന്നു. പക്ഷെ ഇപ്പൊ നമ്മൾക്ക് തിരിച്ച് നമുക്ക് ഫൈനാൻഷ്യലി എല്ലാം നമുക്ക് അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും അമ്മ നമ്മുടെ കൂടെ ഇല്ല. ഇപ്പൊ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം അമ്മയെ ഹാപ്പി ആക്കി നിർത്താൻ പറ്റുമായിരുന്നു. പിന്നെ എസ്പെഷ്യലി എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നമ്മള് ജസ്റ്റ് നമ്മൾ ഇവിടെ തൊട്ടടുത്തുള്ള ടൗണിൽ തന്നെ പോയി കഴിഞ്ഞാൽ മിനിമം ഒരു 10 പേരെങ്കിലും നമ്മൾ തിരിച്ചറിയും. നമ്മുടെ കൂടെ വന്ന് ഫോട്ടോ എടുക്കും. അവരെ വീട്ടിലൊരാളെ പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുക. നമുക്ക് ചായ വേണമെന്ന് ഓഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അതിനൊക്കെ എത്രത്തോളാണ് അതെ, സ്നേഹം, ഞാൻ അതിനെ എത്ര കുറിച്ച് ചോദിക്കാൻ വരുമായിരുന്നു ഡോക്ടർ താര. കാരണം അത് നിങ്ങളുടെ വീഡിയോസിലൂടെ കാണിക്കാറുണ്ടല്ലോ, ഇന്ന ഗിഫ്റ്റ്, ഒരാൾ ഗിഫ്റ്റ് അയച്ചു, മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് അയച്ചു, മുത്തശ്ശിയെ കൊടുക്കുന്നോന്ന് ചോദിച്ചു എന്നൊക്കെ മുത്തശ്ശിയോട് പറയുമ്പോൾ പലപ്പോഴും അത് മനസ്സിലാകാതെയുള്ള പ്രതികരണമൊക്കെ ഭയങ്കര രസമാണ്. നമ്മൾ പലപ്പോഴും പല സ്ട്രെസ്സിലൊക്കെ ആണെങ്കിലും നിങ്ങളുടെ വീഡിയോ കണ്ടാൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ റെസ്പോൺസ് എങ്ങനെ കിട്ടുന്നുണ്ട്? ആ റെസ്പോൺസ് വെച്ചാൽ നമ്മൾ പുറത്ത് എന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കറി വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാലും ഒരു 5 പേരെങ്കിലും നമ്മളിങ്ങനെ നോക്കും. കുറച്ച് പേർക്ക് ചിലപ്പോൾ ഒരു ഹെസിറ്റേഷൻ ആയിരിക്കും വന്ന് സംസാരിക്കാൻ. മെജോറിറ്റി ആൾക്കാർ നമുക്ക് വന്ന് സംസാരിക്കും. ആദ്യം തന്നെ ചോദിക്കുന്നത് മുത്തശ്ശിയുടെയും പിന്നെ വസുവിന്റെയും കാര്യങ്ങളാണ്. പിന്നെ ഇനിയിപ്പം സിസ്റ്റർ എറണാകുളത്താണ് താമസിക്കുന്നത്. അപ്പം അവളെ അവിടെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു മെസ്സേജ്, ചിത്രേന്ന് അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളിപ്പം കുറെ സെലിബ്രിറ്റീസിനെ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഫീൽ ആയിരിക്കും. അങ്ങനെ നമുക്കൊരു കുറച്ച് ഒരു മാസങ്ങൾ കൊണ്ടാണ് ആ ഒരു എക്സ്പോഷർ നമുക്ക് കിട്ടിയത്. ആ എക്സ്പോഷർ കിട്ടിയത് മാത്രമല്ല, ആ സ്നേഹമാണ്. ചിലപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലായ എല്ലാവർക്കും അത്രയും സ്നേഹം ആൾക്കാരെ എന്ന് കിട്ടിക്കോളുന്നില്ല. നമ്മളെ കമന്റ് ബോക്സ് നോക്കിയാലും അറിയാം, നമുക്ക് അങ്ങനെ ഹെയ്റ്റ് ആയിട്ടുള്ള ഒരു കമന്റ് പോലും നമുക്ക് വരാറില്ല. എല്ലാവരും സ്നേഹത്തോടുള്ള കമന്റ്സ് തരാറുള്ളൂ. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് മുത്തശ്ശി തന്നെയാണ്. കാരണം കമന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി വിളിക്കുന്ന മെസ്സേജ് അയക്കുന്ന എല്ലാവരും പറയുന്നത് അവരുടെ മുത്തശ്ശി അല്ലെങ്കിൽ മുത്തശ്ശൻ അല്ലെങ്കിൽ അവരുടെ അച്ഛൻ അമ്മ ഒക്കെ മരിച്ചു പോയതായിരിക്കും. പിന്നെ മുത്തശ്ശിയുടെ അതേ ഫേസ് കട്ടാണ് കാണാൻ. അപ്പൊ ഇവരെ കാണുമ്പോൾ, മുത്തശ്ശിനെ കാണുമ്പോൾ അവർക്ക് അവരുടെ ഗ്രാൻഡ് പാരന്റ്സിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യാറ്. അപ്പം കരഞ്ഞുകൊണ്ട് വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു ദിവസം മുത്തശ്ശിനെ ഞങ്ങൾക്ക് തരൂ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇടും. മുത്തശ്ശിനെ ഗിവ് അവേ കൊടുക്കുമെന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. അതെന്താണെന്നൊക്കെ ചോദിക്കും മുത്തശ്ശി. എനിക്ക് തോന്നുന്നു ചിത്രയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണല്ലേ, വന്നിട്ട് പോകുമ്പോൾ ഉള്ള വിഷമത്തിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് ചിത്രയും. ചിത്ര എന്ന് മാത്രല്ല, ആരും എവിടെയും പോകാൻ പാടില്ല. എല്ലാരും എപ്പോഴും വീട്ടിലിരിക്കണം. ഇന്നിപ്പം ചേച്ചി ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങളുടെ വീട്ടിൽ നിന്നുമല്ല. ചേച്ചിനെ ഇന്ന് പോകാനേ സമ്മതിക്കുന്നില്ല. 1 വീക്ക് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന്. അതിപ്പോ ചേച്ചി ആയതുകൊണ്ട് മാത്രമല്ല, ഇപ്പൊ ഒരാൾ മുത്തശ്ശീനെ സ്നേഹത്തിൽ ഇവിടെ കാണാൻ വന്നിട്ടുണ്ടെങ്കിലും അവരും വീട്ടിൽ നിന്ന് പോകുന്ന മുത്തശ്ശിക്ക് ഇഷ്ടമല്ല. എല്ലാരും എപ്പോഴും വീട്ടിലുണ്ടാവണം. ഒരുപാട് ആൾക്കാർ എപ്പോഴും ഇവിടെ ഉണ്ടാവും. ഓ ശരി ശരി. ഡോക്ടർ ചിത്ര, മോഡലിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് അഭിനയത്തോടൊക്കെ താല്പര്യം ഉണ്ടാവാറുണ്ട്. ഏതെങ്കിലുമൊക്കെ സിനിമയിൽ ചെയ്യണം, വേഷം ചെയ്യണം എന്നൊക്കെ ഉണ്ടോ? ഫിലിം എപ്പോഴെങ്കിലുമൊക്കെ മൈൻഡിലുണ്ടോ? എൻക്വയറീസ് വരാറുണ്ട്, ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്. ഞാൻ കൂടുതലും മോഡലിംഗ് എന്നുള്ളത്, മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഇങ്ങനെ സിനിമ എന്നുള്ള ലക്ഷ്യം കണ്ടിട്ടാണ് മോഡലിംഗ് അതിനൊരു റൂട്ടായിട്ട് എടുക്കാറ്. പക്ഷെ ഞാൻ മോഡലിംഗിലേക്ക് വന്നത് പണ്ടത്തെ ശീമാട്ടിയുടെ, ജയലക്ഷ്മിയുടെ ഒക്കെ പരസ്യം കണ്ടിട്ട് നമ്മൾ അത് കണ്ടാണല്ലോ കാണുന്നത്. അപ്പൊ അത് കണ്ടിട്ടാണ് എനിക്ക് മോഡലിംഗിലേക്ക് എൻ്റർ ചെയ്യണം എന്നുള്ളത്. അല്ലാതെ സിനിമ ലക്ഷ്യം വെച്ചിട്ടായിരുന്നല്ലേ ഞാൻ വന്നത്. പക്ഷെ ഡെഫിനറ്റ്ലി നല്ല ചാൻസസ് വരാണെങ്കിൽ ചെയ്യാന്നുള്ളതുണ്ട്. എൻക്വയറീസ് വരുന്നുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് പറ്റുന്നതാണെങ്കിൽ ചെയ്യാം, അത്രേ ഉള്ളൂ. അടിപൊളി അടിപൊളി. അപ്പൊ നിങ്ങളുടെ റീലുകൾ ഇങ്ങനെ തന്നെ പോട്ടെ കേട്ടോ. കാരണം പകുതി എടുത്ത് നോക്കുമ്പോൾ, ഒരു റീൽ എടുത്ത് നോക്കിയാൽ പകുതിയും ഡോക്ടർ താരയുടെയും ചിത്രയുടെയും ചിരിയായിരിക്കും. അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ പോട്ടെ മുന്നോട്ട്. ഒരുപാട് ദൂരം പോകാൻ സാധിക്കട്ടെ 3 പേർക്കും ഇങ്ങനെ ഒത്തൊരുമയോടെ. ഞങ്ങൾക്ക് അതിഥികളായി എത്തിയതിന് വളരെയധികം നന്ദി. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ അതിഥികളും അറിവുമായി വീണ്ടും കാണാം. നമസ്കാരം.